തന്റെ ദാസനെ കർത്താവിന്റെ മടങ്ങിവരമെങ്കിൽ അനേക വിശുദ്ധന്മാരോടുകൂടെ കാണാമെന്നുള്ള പ്രത്യാശയും ആ വലിയ സന്തോഷം ജീവിതത്തിനുണ്ട്. എനിക്ക് ഈ ഭവനത്തോടും പ്രിയ കുഞ്ഞുങ്ങളോടും മാന്യ ദൈവദാസി, തന്റെ പ്രിയപിള്ളായ ദൈവദാസി, എനിക്ക് വളരെ അനേക മാതാക്കൾ ഉണ്ടെങ്കിലും എനിക്ക് വളരെ സ്നേഹമുള്ളതായ വളരെ സന്തോഷമുള്ള ഒരു മാതാവാണ്. വളരെ പ്രാർത്ഥിക്കുന്നതായ ഒരു മാതാവ്. ആ മാതാവിന്റെ ധൈര്യത്തിനായും പ്രാർത്ഥനയോടെ നിർത്തുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും മാത്രമല്ല, ഞാൻ നടത്തിവിടുന്നതായ എബനേസർ പ്രാർത്ഥനാ യോഗത്തിന്റെ ഏതാണ്ട് 20 കൺവെൻഷൻ നടന്നു. അദ്ദേഹം മിക്കവാറും എല്ലാ കൺവെൻഷനും കടന്നു വരികയും മറ്റും ചെയ്യുമായിരുന്നു. അതിൻ്റെയും എൻ്റെ ഭവനത്തിൽ 48 വർഷമായി നടന്നു വന്നായ എബനേസർ പ്രാർത്ഥനാ യോഗത്തിന്റെ ആഭിമുഖ്യത്തിലുള്ളതായിരിക്കുന്ന എൻ്റെ അഗാധമായ ദുഃഖവും അനുശോചനവും ഈ സമയത്ത് ഞാൻ രേഖപ്പെടുത്തുന്നു. ദൈവമായ കർത്താവിലെവരെയും ആശ്വസിപ്പിക്കട്ടെ. ശുശ്രൂഷകളെയും ദൈവത്തിന് കൃപയുണ്ടായിരിക്കട്ടെ. ദൈവദാസന്മാരുള്ള സ്നേഹവും അതോടൊപ്പം തന്നെ ഞാൻ ഉൾപ്പെടുക്കുന്ന എൻ്റെ സഭയുടെ നേതൃത്വം വഹിക്കുന്നതും ആ സഭയുടെ പ്രധാന ഒരു ആളുകൂടെ ആയിരിക്കുന്ന അതിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന കർത്തദാസൻ വർഗീസ് അവർ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിനും അല്പസമയം പിന്നാലെ പറയുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അഗാധമായ സ്നേഹവും അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളെ പരിമിതപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് പാസ്റ്റർ സാംസൺ ജോസഫ് കുമ്പനാട്, അതിനുശേഷം മിസ്റ്റർ സി കോശി അവർ അത്യാവശ്യം മിസ്റ്റർ സി കോശി അവർ ആദ്യം അല്പസമയം എടുക്കും. അത് കഴിഞ്ഞിട്ട് പാസ്റ്റർ സാംസൺ ജോസഫ് കുമ്പനാട്. എല്ലാ സമയം പാസ്റ്റർ ഡാനിയലിൻ്റെ കുടുംബാംഗങ്ങളെ കടന്നു വന്ന ദൈവദാസന്മാരെ മറ്റു സുഹൃത്തുക്കളെ വളരെ വേദനയോടുകൂടിയാണ് പത്രത്തിൽ കൂടെ പാസ്റ്റർ ഡാനിയലിൻ്റെ വിരഹത്തെപ്പറ്റി ഞാൻ അറിയുന്നത്. എനിക്ക് വളരെ ഒരു ഷോക്ക് പോലെയായി. കാരണം ഒരു 1-2 ആഴ്ചയ്ക്ക് മുമ്പേ എലവന്തിട്ട ജംഗ്ഷനിൽ വെച്ച് കണ്ടപ്പോഴേ ഞാൻ ഇങ്ങനെ ആൻഡ് ബാൻസിൽ പോവുകയാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. അതിനു മുൻപേ എൻ്റെ 2 മക്കൾ തിരുവനന്തപുരത്തുണ്ട്. അവിടെ ഒന്ന് പോയാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവരുടെ അഡ്രസ്സൊക്കെ കൊടുത്തു. പക്ഷേ ആ സമയത്ത് തിരുവനന്തപുരത്ത് പോയ സമയത്ത് അവരെ കാണാൻ ഒത്തില്ല. ഇനി ഞാൻ പോകുമ്പോൾ കാണാം എന്നൊക്കെ പറഞ്ഞു. വർഷങ്ങളോളം ഞങ്ങൾ സുഹൃത്തുക്കളായി. എൻ്റെ വീട്ടിൽ വരികയും പ്രാർത്ഥിക്കുകയും അങ്ങനെ വളരെ ആ സ്നേഹബന്ധം പുലർത്തുകയും ചെയ്യുന്നതാണ്. ഞാൻ എന്നെ പലർക്കും പരിചയം കാണുകയില്ലായിരിക്കാം. എലവന്തിട്ട പുറന്തിട്ട ചിറയിൽ ഭാഗം ഇപ്പോൾ ഇരുന്നക്കുഴിക്കലെ എൻ്റെ പെങ്ങളായിരുന്നു കുഞ്ഞർക്കച്ചൻ്റെ ഭാര്യ, എൻ്റെ മൂത്ത പെങ്ങളാണ്. അവരെല്ലാവരും കടന്നുപോയി. എനിക്ക് വളരെ വേദനയുണ്ട്. വളരെ ദൈവാശ്രയമുള്ള ഒരു ദൈവദാസനായിരുന്നു. അനേകം വർഷങ്ങളെ എൻ്റെ വീട്ടിൽ വരികയും പ്രാർത്ഥിക്കുകയും അങ്ങനെ വളരെ സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുകയും ചെയ്ത ഒരു ദേഹമാണ്. എനിക്കൊരു വളരെ സഹോദരനെ പോലെയായിരുന്നു അദ്ദേഹം. അത്രമാത്രം. പിന്നെ എന്ത് കാരണം കൊണ്ട് എനിക്ക് അതിൽ അതിയായ ദുഃഖമുണ്ട്. കുടുംബാംഗങ്ങളെ എൻ്റെ അനുശോചനം, ഹാർദവമായ അനുശോചനം ഞാൻ അറിയിക്കുന്നു. അതേപോലെ നമ്മുടെ വിളക്ക് എണ്ണ ശേഖരിച്ചുകൊണ്ട് നമുക്ക് ഒരുക്കമുള്ളവരായിരിക്കാൻ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ജീവിതം ശോധനയിൽ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അനുശോചനം ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കർത്താവിന്റെ വിലയേറിയ നാമ നന്ദിയോടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. മാന്യ കർത്തദാസന്മാര്, വാത്സല്യമുള്ള പ്രിയ ഭവനത്തിലെ പ്രിയപ്പെട്ട മറ്റുള്ള എല്ലാ ദൈവമക്കൾ, ഏവർക്കും പ്രത്യേകമായിരിക്കും ദൈവസ്നേഹത്തിലുള്ളതായ നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാ മനസ്സമയത്ത് ഭംഗി അയച്ചിട്ടുണ്ടിരിക്കുന്ന ദൈവമാണ്. വാത്സല്യ പിതാവ് ലോകത്തിൽ 25 ദിവസം വരെ ജീവിച്ചിരിക്കാൻ ദൈവം ഭാഗ്യം കൊടുത്ത ദൈവത്തിന്റെ വലിയൊരു പ്രത്യേക ഗിഫ്റ്റാണ്. ഒരു പിതാവ് ഓർപ്പിച്ചതുപോലെ ഞങ്ങൾ ഈ ഭവനമായിട്ട് ദീർഘ 13 വർഷം ആത്മീയമായ ബന്ധവും ശാരീരികമായ ബന്ധവും കൂടുവാൻ ദൈവം ഭാഗ്യം നൽകി തന്നു. മാന്യ പിതാവിനെ കുറിച്ചുകൊണ്ട് വാക്ക് പറയുകയാണെങ്കിൽ അതെല്ലാം വളരെ ദൈവസംസ്ഥയിൽ അത് വളരെ പ്രശംസനീയമായിരിക്കുന്ന വാക്കുകളായിരിക്കും. ദൈവത്തിന് വേണ്ടി നല്ലൊരു ഭവനായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും കേരളത്തിന്റെ
എല്ലാ ഭാഗത്തും വടക്കിന്ത്യയിലും ആന്ധ്രനാഥിൽ വരെയും ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി വളരെ ശക്തമായ നിലയിൽ ശുശ്രൂഷിപ്പാൻ ദൈവം പ്രിയ പിതാവിന് ഭാഗ്യം കൊടുത്തു. പിതാവ് ഓർത്തതുപോലെ തന്നതായിരിക്കുന്ന വാക്കുകളൊക്കെ വളരെ ആത്മീയമായ ദീപകളുടേതായ ആഴങ്ങളുടേതായ വാക്കുകളായിരുന്നു. അത് കേൾക്കുന്നവർക്കെല്ലാം വളരെ ആശ്വാസവും സന്തോഷവും ജനിപ്പിക്കുന്നതായ വാക്കുകളായിരുന്നു. എന്നാൽ ഈ ഭൂമിയിൽ തന്റെ ജീവിതം താൽക്കാലികമായി ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ട്, നമുക്കെല്ലാവർക്കും ഭാരവും പ്രയാസമുണ്ട്. ദൈവം തനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പ്രത്യാശയുടെ പ്രിയത്താന് കടന്നുപോയിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം ഇടത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു വണ്ടി വലിക്കുന്ന ഒരു കാള ദീർഘനാടുകളുടെ യജമാനിന്റെ കീഴിൽ ധാരാളം ചുമതകൾ ആ വണ്ടി വലിച്ച് അനേക കയറ്റുമൊക്കെ കയറി പലപ്പോഴും ആ കാള പല സമയങ്ങളിലും അതിൻ്റെതായിരിക്കുന്ന ക്ഷീണം തീർക്കുവാനായ യജമാനൻ അതിനെ അയച്ചുവിടുന്ന ഒരു പതിവുണ്ട്. എന്ന് പറഞ്ഞതുപോലെ പ്രിയ പിതാവ് തന്റെ ശുശ്രൂഷയൊക്കെ അവസാനിപ്പിച്ച് തനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന പ്രത്യാശയുടെ തുറമുഖത്തിൽ വിശ്രമത്തിൽ കൊടുക്കാൻ കടന്നുപോയിരിക്കുകയാണ്. ഇവിടെ ആർക്കും ദുഃഖമില്ല, പ്രയാസമില്ല. കാരണം പ്രത്യാശയുടെ തീരത്താന് മറയപ്പെട്ടിരിക്കുകയാണ്, ക്രിസ്തുവിൽ താൻ മറയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ, പ്രിയ ദൈവദാസന്മാരെ, നമുക്ക് ദുഃഖിക്കാനുള്ള വാക്കുണ്ടെങ്കിൽ തന്നെയും നാം ദൈവത്തിൽ സന്തോഷിക്കുക, കർത്താവിൽ ആനന്ദിക്കുക. പ്രിയ പിതാവ് കടന്നുപോയതുപോലെ നമ്മളെല്ലാവരും ഒരിക്കൽ കടന്നുപോകും നിശ്ചയമാണ്. രണ്ടു കാര്യം പോലത്തെ നിശ്ചയമല്ല. ഒന്ന് നമ്മുടെ മരണം, മറ്റൊന്ന് കർത്താവിന്റെ വരവ്. രണ്ടു കാര്യം നമുക്ക് നിശ്ചയമല്ലാത്തത് കൊണ്ട് വീണ്ടും നമ്മുടെ പ്രത്യാശയോടുകൂടെ ദൈവം ഭാഗ്യാവിപ്പാൻ വീണ്ടും ഓർപ്പിച്ചുകൊണ്ട് എന്റെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെയും കൃത്യമായ ദുഃഖം ഓർപ്പിച്ച് ദൈവം ഭാഗ്യത്തായിരുന്നു എല്ലാവരും ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ.